ടു ടീച്ചേഴ്സ് കാഫേ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നും ഒരു അടിപൊളി ചിക്കൻ സ്നാക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. ബ്രെഡും ചിക്കനും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി ചിക്കൻ സ്നാക്കാണിത്. മാത്രമല്ല, നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ നല്ല ധൈര്യമായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയ ഐറ്റമാണ്. അപ്പോൾ എൻ്റെ ചാനലിലെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല, കുക്കിംഗ് ഒക്കെ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഇത് ഷെയറും ചെയ്ത് എന്നെ സപ്പോർട്ടും ചെയ്യാം. അപ്പം നമുക്ക് ഈ ഒരു ടേസ്റ്റി ഡിഷ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് ഓയിൽ ചൂടാക്കുക. കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി, ഒരുപാടൊന്നും വേണ്ട. ഓയിൽ അത്യാവശ്യം നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി അത്യാവശ്യം നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റി മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളി അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ നമ്മൾ വറുത്തിട്ട് പൊടിച്ചെടുക്കുന്നതിനേക്കാട്ടിലും ഈ ഒരു ഡിഷിന് ഇങ്ങനെ ചിക്കൻ ചെയ്യണതാണ് നല്ലത്, ചെറുതായിട്ട് കട്ട് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇടാന്നുണ്ടെങ്കിൽ ചിക്കൻ നമുക്ക് നന്നായിട്ട് കടിക്കാൻ കിട്ടും. അപ്പോൾ ചിക്കൻ്റെ കളറൊക്കെ ഏകദേശം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. പെട്ടെന്ന് ചിക്കൻ തന്നെ നമുക്ക് വേവിച്ച് കിട്ടും, അതുകൊണ്ട് ഒരുപാട് ടൈമൊന്നും എടുക്കില്ല. അപ്പോൾ നമുക്ക് ഈ ചിക്കനിലേക്ക് ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഉപ്പൊക്കെ എല്ലാ ഭാഗത്തേക്കും ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ബാക്കി പൊടികൾ ഇടാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇടുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്, കുറച്ച് എരിവ് കൂടി നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാലയും പിന്നെ ലാസ്റ്റായിട്ട് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റി നന്നായിട്ട് വാട്ടിയെടുക്കാം. ചിക്കൻ ഇപ്പോൾ തന്നെ ഓൾറെഡി നമ്മുടെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ തീ കുറച്ചിടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. തീ കൂട്ടിയിട്ടിട്ടാണ് നമ്മൾ പൊടി ഇടുന്നതെന്നുണ്ടെങ്കിൽ പൊടിയൊക്കെ പെട്ടെന്ന് കത്തിപ്പോവും. അപ്പോൾ ഇങ്ങനെ പൊടി ഇടുമ്പോൾ തീ വളരെ കുറച്ചിടാം. ചിക്കൻ ഓൾറെഡി നമ്മുടെ പെട്ടെന്ന് വെന്ത് വന്നതാണ്. അപ്പോൾ പൊടി ഇട്ട് കഴിഞ്ഞിട്ട് ഒരുപാട് നേരം നമുക്ക് മിക്സ് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഫില്ലിങ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു ബ്രെഡ് എടുക്കുക. വലിയ ബ്രെഡ് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. എനിക്ക് ചെറിയ ബ്രെഡേ കിട്ടിയുള്ളൂ. എന്നിട്ട് ഒരു വലിയൊരു മൂടി വെച്ചിട്ട് ആ ഒരു ബ്രെഡിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ എൻ്റെ ഇതൊരു ചെറിയ ബ്രെഡ് ആയതുകൊണ്ടാണ് എനിക്ക് ഇച്ചിരി കട്ട് ചെയ്തപ്പോൾ അത്ര ഷേപ്പായിട്ട് കിട്ടാത്തത്. അപ്പോൾ വലിയ ബ്രെഡാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു അടപ്പ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഏറ്റവും നല്ലത് വലിയ ബ്രെഡ് തന്നെയാണ്. അപ്പോൾ ഉണ്ടെങ്കിൽ അതെടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതായാലും മതി, കുഴപ്പമൊന്നുമില്ല. അത്ര പെർഫെക്റ്റ് ഷേപ്പിൽ കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ ഡാർക്ക് ബ്രൗൺ കളറൊക്കെ സൈഡിലുണ്ട്, അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കണം. അങ്ങനെ ബാക്കിയുള്ളത് റെഡിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഓരോന്നും, അതായത് ഇപ്പോൾ അങ്ങനെ നിങ്ങൾ 8 എണ്ണം ഉണ്ടാക്കിയെടുത്തെങ്കിൽ 4 എണ്ണം മാറ്റി വയ്ക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഓരോന്നെടുത്തിട്ട് വേറൊരു ചെറിയ അടപ്പ് വെച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ഒരു ചെറിയൊരു പോർഷൻ നമുക്ക് ആവശ്യമില്ല, അത് നമുക്ക് വേണമെങ്കിൽ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നീട് ഉപയോഗിക്കാം. എന്നിട്ട് ഇങ്ങനെ ഒരു ലെയർ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ 8 ബ്രെഡ് നമ്മളങ്ങനെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ 4 എണ്ണം പിന്നെ ഫുൾ റൗണ്ട് ആയിട്ടുള്ള 4 എണ്ണം വേണം. എന്നിട്ട് ഇതേപോലെയുള്ള ഒരു ഫുൾ റൗണ്ട് എടുക്കുക. അതിലേക്ക് കുറച്ച് മയോണൈസ് നന്നായിട്ട് തേച്ച് കൊടുക്കാം. ഇത് ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയെടുത്തതാണ്, നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. മയോണൈസ് ഒരു മിക്സിയുടെ ജാറിൽ 2 മുട്ടയും കുറച്ച് ഓയിലും കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ ഇതേപോലെ കിട്ടും. കൂടുതൽ ഓയിൽ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ കട്ടിക്ക് കിട്ടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മയോണൈസ് വീട്ടിൽ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. പിന്നെ അതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സോസ് ഇതിലേക്ക് ചേർക്കണമെന്ന് ഇഷ്ടമുണ്ടെങ്കിൽ അതും ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ചിക്കൻ്റെ ഫില്ലിങ്ങും വെച്ച് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്രെഡിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് കൂടുതൽ ഫില്ലിങ് വയ്ക്കാൻ പറ്റും. ഇത് ചെറിയ ബ്രെഡ് ആയതുകൊണ്ട് കുറച്ച് വയ്ക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതിലേക്ക് കുറച്ച് ക്യാബേജ് അരിഞ്ഞതും കുറച്ച് ക്യാരറ്റ് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങുകളൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മറ്റൊരു ലെയർ, അതായത് നടുക്കിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞ ഈ ഒരു ലെയർ ഇതിലേക്ക് ഇതേപോലെ വച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വച്ചു കൊടുക്കുമ്പോൾ നമുക്കറിയാം കുറച്ചുകൂടി ഫില്ലിങ്ങിന് ഇടാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ബാക്കി വെജിറ്റബിൾസും ചിക്കനും അതിലിട്ട് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഞാൻ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ റെഡി ആക്കിയിട്ടുള്ള എല്ലാ ബ്രെഡും ഇതേപോലെ ആക്കിയെടുക്കണം. ഓരോന്നും ആക്കിയെടുത്തതിന് ശേഷം ഇതേപോലെ ഒരു മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഈ ഒരു ബ്രെഡിൻ്റെ മുകൾ ഭാഗത്തായിട്ട് തേച്ച് കൊടുക്കണം. അപ്പോൾ ഈ ഒരു എഗ് വാഷ് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്കിനി ഇത് ബേക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എഗ് വാഷ് കൊടുക്കാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു മുട്ട നമുക്ക് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിത് എല്ലാ ഭാഗത്തേക്കും തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള എല്ലാ ബ്രെഡിലേക്കും ചെയ്ത് കൊടുക്കാം. ഇനി അപ്പോൾ നമ്മുടെ ബ്രെഡ് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓവൻ വേണം എന്നില്ല. ഇതുപോലൊരു പാത്രം എടുക്കുക. അതിലൊരു സ്റ്റാൻഡ് ഇതേപോലെ വച്ച് കൊടുത്തിട്ട് ഒരു എയർ ഒട്ടും പുറത്ത് പോകാത്തൊരു മൂടിപ്പാത്രം വെച്ച് മൂടുക. ഒരു 5 മിനിറ്റ് നന്നായിട്ട് നല്ല ഫ്ലെയിമിൽ ഇതേപോലെ മൂടി വയ്ക്കുക. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ആ ഒരു മൂടിപ്പാത്രം മാറ്റിയിട്ട് വേറൊരു ചെറിയ പാത്രം അതിൻ്റെ ഉള്ളിലേക്ക് വച്ചു കൊടുക്കാം. ആ ഒരു പാത്രത്തിൽ ഫിറ്റ് ആവണ വലിപ്പത്തിലുള്ള ചെറിയ പാത്രം, ഇതേപോലത്തെ പാത്രമായാലും മതി. അത് വച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കി വച്ചേക്കുന്ന നമ്മുടെ ബ്രെഡ് ഓരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് വച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ പാത്രം ആയതുകൊണ്ട് തന്നെ എനിക്കിതിലേക്ക് 2 എണ്ണമാണ് ഒരു സമയത്ത് വയ്ക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഈ പാത്രം അല്ലാന്നുണ്ടെങ്കിൽ ഇഡ്ഡലി പാത്രം ആയാലും മതി. അതിൽ ഇതേപോലെ തന്നെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വലിയ ഇഡ്ഡലി പാത്രം ആണെന്നുണ്ടെങ്കിൽ 4 എണ്ണം 5 എണ്ണമൊക്കെ ഒരേ സമയത്ത് നമുക്ക് വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വച്ചിട്ട് ഒട്ടും എയർ പുറത്ത് പോവാത്ത ഒരു മൂടിപ്പാത്രം വെച്ച് അടച്ചിട്ട് ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേണം വയ്ക്കാൻ. അപ്പോൾ ഓരോരുത്തരുടെയും ബേണറിൻ്റെ വലിപ്പവും അതിൽ നിന്ന് വരുന്ന തീയുടെ അളവൊക്കെ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കുക കരിയുന്നുണ്ടോയെന്ന്. അപ്പോൾ എൻ്റെ ഇത് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ സൈഡൊക്കെ ഒന്ന് ക്രിസ്പിയായി വന്നിട്ടുണ്ട്, നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ അടിപൊളി ചിക്കൻ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റിയാണ് മാത്രമല്ല കാണാനും നല്ല ഭംഗിയാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവുന്ന ഒരു അടിപൊളി സ്നാക്കാണിത്. മാത്രമല്ല ഇതിൻ്റെ ഉള്ളിൽ കെച്ചപ്പും മയോണൈസും ഒക്കെ വച്ചിട്ടുള്ളതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്